പക്ഷി നിരീക്ഷണം വിനോദമാക്കിയിരുന്ന ഒരു രാജാവ് ഒരിക്കൽ പ്രശസ്തനായ ഒരു ചിത്രകാരനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അത്യപൂർവമായി മാത്രം കാണപ്പെടാവുന്ന മനോഹരമായ ഒരു പക്ഷിയുടെ ചിത്രം രാജാവിന് വേണ്ടി വരച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. എത്ര ദിവസം വേണമെങ്കിലും സമയമെടുക്കാം. ചിത്രകാരന് കൊട്ടാരത്തിൽ താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് രാജാവ് ദിവസങ്ങൾ തള്ളി നീക്കി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ചിത്രത്തെപ്പറ്റി ചോദിക്കുമ്പോഴെല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടിയാണ് കിട്ടുക. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവ് അസ്വസ്ഥനായി. തൻ്റെ ദൂതന്മാരെ വിട്ട് രഹസ്യമായി അന്വേഷിച്ചു. അവിടെ ചിത്രം വരെയൊന്നുമില്ല തിരുമേനി, ഒരു വെളുത്ത തിരശീല മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ദൂതന്മാരുടെ സന്ദേശം. എന്നാൽ 2-3 മാസങ്ങൾ പിന്നെയും കഴിഞ്ഞപ്പോൾ ചിത്രകാരൻ താൻ വരച്ച ചിത്രം കാണാൻ രാജാവിനെ ക്ഷണിച്ചു. രാജാവ് പരിവാര സമേതം ചിത്രം കാണാനായി എത്തിച്ചേർന്നു. അപ്പോഴും ശൂന്യമായ വെള്ള ക്യാൻവാസ് മാത്രമേ അവിടെ കണ്ടുള്ളൂ. എന്നാൽ രാജാവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ചിത്രകാരൻ ഏതാനും നിമിഷങ്ങൾക്കകം ആ ചിത്രം വരച്ചു തീർത്തു. അനന്യമായതും അതിസുന്ദരവുമായ ആ ചിത്രം ഇമ വെട്ടാതെ കൗതുകപൂർവ്വം നോക്കി നിന്ന രാജാവ് ചോദിച്ചു, ഇത്ര വേഗം വരച്ചു തീർക്കാൻ ആവുന്നതായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഇത്രയും നാൾ ചിലവഴിച്ചത്? അപ്പോൾ ചിത്രകാരൻ തൻ്റെ മേശവലിപ്പ് തുറന്ന് കെട്ടുകണക്കിന് ചിത്രങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടു. പല വീക്ഷണ കോണുകളിൽ നിന്നും മനസ്സിൽ ആവാഹിച്ചു വരച്ച പക്ഷിയുടെ അനേകം ചിത്രം. രാജാവ് ആവശ്യപ്പെട്ടതുപോലെയുള്ള വളരെ മനോഹരമായ ഒരു ചിത്രത്തിനു വേണ്ടിയുള്ള സൂക്ഷ്മമായ പരിശ്രമങ്ങളുടെ ഫലങ്ങളായിരുന്നു അതെല്ലാം. വളരെ ഫലപ്രദമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും നമ്മൾ ഇതുപോലെ സൂക്ഷ്മമായി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ആയുസ്സിലെ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും അർപ്പണ മനോഭാവത്തോടെ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പാബ്ലോ പിക്കാസോയുടെ വാക്കുകൾ ഇങ്ങനെ: 1 മിനിറ്റ് കൊണ്ട് ഒരു പൂർണ്ണമായ ചിത്രം ഞാൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എൻ്റെ 40 വർഷത്തെ കഠിനാധ്വാനമുണ്ട്. ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇനി ഒന്നും എടുത്തു മാറ്റാനില്ല എന്നതാവണം പരിപൂർണതയ്ക്ക് നാം കൊടുക്കുന്ന നിർവചനം.